സീരിയൽ നടന്മാരുടെയും നടിമാരുടെയും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ മുഖം കാണിക്കുന്നവരുമൊക്കെ പിന്നെ നമ്മൾ കാണാറില്ല. പിന്നീട് അവരെ കാണുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമ്പോഴാണ്. ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ വന്ന് ചെറിയ സിനിമകളിലൊക്കെ വേഷങ്ങൾ, ചില സിനിമകളിലൊക്കെ വേഷങ്ങൾ കാണിച്ച പരീക്കുട്ടിയെ ലഹരി കേസിൽ അല്ലെങ്കിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് പരീക്കുട്ടിക്ക് സംഭവിച്ചത്? അതായത് ഹാപ്പി വെഡ്ഡിങ്, അതുപോലെ തന്നെ അഡാർ ലവ്, ഒമർ ലുലുവിൻ്റെ അഡാർ ലവ് എന്ന് തുടങ്ങിയ സിനിമകളിലൂടെ കുഴപ്പമില്ലാതെ ശ്രദ്ധിക്കപ്പെട്ടൊരു നടനാണ് ഈ പരീക്കുട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ബിഗ് ബോസിലും അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ 2ാം സീസണിൽ മത്സരാർത്ഥിയായിരുന്നു. ഇതന്നെ പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾ സിനിമയിലേക്ക് വന്ന് പിന്നെ ഇവരെ കാണാറില്ല, സിനിമാ രംഗത്ത് കാണാം. പക്ഷേ സിനിമാ രംഗവുമായി വളരെ അടുപ്പമുള്ള ആളുകളായിരിക്കും ഇവർ. എപ്പോഴും ആ മേഖലയുമായി അല്ലെങ്കിൽ സീരിയൽ സിനിമ മേഖലയുമായൊക്കെ ടെലിവിഷൻ മേഖലയുമായൊക്കെ ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇത് വാഗമൺ റൂട്ടിനാണ് കേരളത്തിലെ എക്സൈസ് സംഘം സാധാരണ പരിശോധനയ്ക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ഇവരുടെ കാറ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിർത്തുന്നത്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയിലാണ് ഇവരെത്തിയത്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയിൽ എത്തുന്നു. അതോടൊപ്പം എക്സൈസ് സംഘം ഇവരെ പരിശോധിക്കുന്നു. പരിശോധിച്ച സമയത്ത് ഏകദേശം 10 ഗ്രാമോളം MDMA ഈ പറയുന്ന ഈ പരീക്കുട്ടിയുടെയും അതുപോലെ തന്നെ സുഹൃത്ത് വടകര സ്വദേശിയായിട്ടുള്ള ജിസ്മോൻ, PS ജിസ്മോൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പരീക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 250 മില്ലിഗ്രാം MDMAയും ഒപ്പം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്, കാറിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നു വളരെ സാഹസികമായാണ് ഇവരെ പിടിച്ചത്. കാരണം ആദ്യം കൈ കാണിച്ചപ്പോൾ വണ്ടി മുന്നോട്ടെടുക്കുന്നു, ചേസിംഗ് ഉണ്ടാകുന്നു, എക്സൈസുകാരോട് കയർക്കാൻ ശ്രമിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സാഹസികമായി ഇവരെ പിടികൂടിയതിന് ശേഷമാണ് ഇത്തരത്തിൽ കാറിനുള്ളിൽ MDMAയും കഞ്ചാവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി ആ സമയത്ത് ഈ കാറിൽ ഒരു പിറ്റ്ബുൾ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിറ്റ്ബുള്ളിൻ്റെ ഒപ്പമാണ് ഇവർ ഇടുക്കിയിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ഇടുക്കിയിലെ വല്ല ഹോട്ടലുകളിലും വല്ല ഈ പാർട്ടി അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം ഉപയോഗത്തിനായിരിക്കാം. എന്ത് തന്നെയായാലും ഈ പരീക്കുട്ടിയുടെ യഥാർത്ഥ പേര് ഫരീദുദ്ദീൻ എന്നാണ്. ഫരീദുദ്ദീൻ എന്ന പേര് നമ്മൾ പരീക്കുട്ടി എന്ന് വിളിക്കുന്ന സിനിമയിലൂടെയും ഒപ്പം ആ ചാനൽ ഷോയിലൂടെയൊക്കെയാണ് അദ്ദേഹം പരീക്കുട്ടിയായി മാറിയത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗം, ടെലിവിഷൻ രംഗത്തെ മയക്കുമരുന്ന് ഉപയോഗം, ഒപ്പം കേരളത്തിലേക്ക് വലിയ തോതിൽ ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വൻതോതിൽ ലഹരി ഒഴുകുന്നു. അത്തരത്തിൽ ലഹരി ഒഴുകുമ്പോൾ അത് മുംബൈയിൽ നിന്നുമൊക്കെയാണ് ഈ കർണാടക വഴി അല്ലെങ്കിൽ തമിഴ്നാട് വഴി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പോലീസും എക്സൈസും വല്ലപ്പോഴും ഒരു ചെറുമീനിനെയൊക്കെ പിടിക്കുക, കൊണ്ടുവരുന്ന ചില ആളുകളെ പിടിക്കുക, ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുക, ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളുകളുടെ പുറകെ പോവുക. ഇപ്പോൾ ഓംപ്രകാശിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നടൻ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ബാസിയുടെയും ഒക്കെ പുറകെ പോയി അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. സെലിബ്രിറ്റികളാകുമ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടുകയും അതിൻ്റെ പുറകെ ഇവർക്ക് പോകുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന് വൻ തോക്കുകൾ പിടിയിലാകാനുണ്ട്. ആരാണ് ഇവിടേക്ക് എത്തിക്കുന്നത്? ആരാണ് ഇതിന് പുറകിലുള്ളത്? ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്? ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇത്തരം നേതാക്കന്മാർക്ക്, ഇത്തരം മാഫിയകൾക്കുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കുകയും അതിൻ്റെ കടക്കൽ കത്തിവെക്കുകയും ചെയ്താൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അറുതി വരികയുള്ളൂ. ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ഉള്ള ഇത്തരം ആളുകളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ മഞ്ഞക്കഥകളുടെയും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളുടെയും മാത്രം ഒരു റിപ്പോർട്ടല്ല. ആ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് ഇവിടെ ലഹരി ഉപയോഗത്തിന്റെ വലിയ സാധ്യതകൾ നടക്കുന്നുണ്ടെന്നും ലഹരിയെ വിറ്റുകൊണ്ട് സിനിമയിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ടെന്നും ഒപ്പം അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ സംവിധായകന്റെയും പേര് പറഞ്ഞുകൊണ്ട് ലഹരി പാർട്ടി നടത്തി എന്നുള്ള ആരോപണം ഒരു തമിഴ് ഗായിക ഉന്നയിച്ചപ്പോൾ അതിനെതിരെ അന്വേഷണം ഒന്നും ഉണ്ടായില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചിന്താഗതി സഹയാത്രികരുമായ സംവിധായകനും നടിയും അവർക്കെതിരെ ഏത് അന്വേഷണം പ്രഥമ ദൃഷ്ടിയാൽ ആളുകളുടെ ആവശ്യം ഉയർന്നപ്പോൾ ഒരു കേസ് എടുത്തു എന്നതിനപ്പുറം പിന്നീട് ആ കേസ് എന്തായി, പെൺകുട്ടികൾ വരെ ചൂഷണം ചെയ്യപ്പെടുന്നു ലഹരി പാർട്ടികളിൽ എന്നാണ് പറയുന്നത്. അത്തരം പെൺകുട്ടികൾ തന്നോട് വന്ന് പറഞ്ഞു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അതിൽ വല്ല ലഹരിയുടെ അംശം അടങ്ങിയിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടികൾ പറഞ്ഞു. അവരെ ലൈംഗികമായി കൂടി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് സുചിത്ര പറഞ്ഞത്. എന്നിട്ട് ഇവിടെ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? വലിയ ഗൗരവമായ ആരോപണമാണ്.
ആ സംവിധായകനും നടിക്കുമെതിരെ സുചിത്ര പറഞ്ഞത്. നടിയെന്ന് പറഞ്ഞാൽ വലിയ ആക്ടിവിസ്റ്റാണ്. എല്ലാ കാര്യത്തിലും ആണാധിപത്യമുള്ള മലയാള സിനിമയെ പെണ്ണാധിപത്യത്തിലേക്ക് മാറ്റാനായി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് എണ്ണപ്പെട്ട, അതായത് ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ഒരു 5-6 നടിമാരിൽ ഒരാളാണ് അവർ. ഒരു കേരളത്തിൽ ഒരു 3-4 വയസ്സായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ സംസാരിക്കാത്തവർ, ഉത്തർപ്രദേശിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ഹാഷ്ടാഗ് ഉൾപ്പെടെ അവൾക്ക് വേണ്ടി നീതി കിട്ടാൻ വേണ്ടി ഇവിടെ കിടന്ന് ഘോര പ്രസംഗിക്കുന്ന ചില ആക്ടിവിസ്റ്റ് നടിമാരുടെ ഇടയിലുള്ള ഒരു നടി. ആ നടിക്കെതിരെ വലിയ ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ആ കേസ് എവിടം വരെ എത്തി നമ്മൾ ചിന്തിക്കണം. ആ നടിക്ക് പാർട്ടി നടത്താനും പാർട്ടിയിൽ ഇത്തരത്തിൽ ഒഴിക്കാനും ലഹരി എവിടെ നിന്ന് വരുന്നു, ആര് കൊടുക്കുന്നു? സിനിമാ മേഖലയിലെ ഇത്തരം ലഹരി ഉപയോഗങ്ങൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? സിനിമാ മേഖലയിലെന്ന് നമ്മൾ പറയുന്നത് എല്ലാ മേഖലയിലും കാണും. പക്ഷെ കുറച്ച് കൂടുതൽ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് സീരിയൽ നടികൾ അറസ്റ്റിലായി. എന്തിൻ്റെ പേരിലാണ് അറസ്റ്റിലാവുന്നത്? ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിലോ ഇൻഷുറൻസ് പുതുക്കാത്തതിൻ്റെ പേരിലോ അല്ല, മയക്കുമരുന്ന് കഞ്ചാവ് കടത്തിയെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് അന്വേഷിക്കേണ്ടത്? സിനിമാ നടികളും സീരിയൽ നടികളുമാരും ആവുമ്പോൾ, സിനിമാ നടന്മാരും ഒക്കെ ആകുമ്പോൾ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടാകില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണോ? ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്, സീരിയലിൽ അഭിനയിക്കുന്നവരാണ്, അതുകൊണ്ട് പോലീസ് സെൽഫി എടുത്തിട്ട് പറഞ്ഞു വിട്ടോളും, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് കാറിൽ സേഫായി കടത്താം, അല്ലെങ്കിൽ ട്രെയിനിൽ സേഫായി കടത്താം. ട്രെയിനിലൊക്കെ ആകുമ്പോൾ വലിയ ചെക്കിംഗ് ഉണ്ടാവില്ലല്ലോ, സീരിയൽ നടിയല്ലേ, അപ്പോൾ വലിയ സംശയങ്ങളും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഇതൊക്കെ ഞാൻ പോലീസിനെ എക്സൈസിനെ ഒന്നും പറയുന്നില്ല, പക്ഷെ അതിൻ്റെ മുകളിലേക്ക് സ്വാധീനമുള്ള പലരുമുണ്ട്. അവരാണ് ഇതൊക്കെ ഇവിടേക്ക് കടത്തുന്നത്. ഇത് 10 ഗ്രാമോ 1/2 ഗ്രാമോ 1 ഗ്രാമോ ഒന്നും കൊണ്ടുവരുന്നവരല്ല നമ്മൾ പിടിക്കേണ്ടത്. ഇതൊക്കെ ഇവർക്ക് കൊടുത്തു വിടുന്നത് ആരാണോ, എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്, അതിനെ വേരിനെ അറക്കാതെ നമ്മൾ ചെടിയെ മാത്രം അറുത്ത ആ വേര് പിന്നെയും അവിടെ കിടന്ന് അടുത്ത ചെടിയിലേക്ക് മുള ഉണ്ടാവുകയല്ലേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഓരോ മനുഷ്യൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തിന് വേണ്ടിയാണ് പണം പോലും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് പണമില്ലാത്തപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടക്കില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യും? സങ്കടം വരും. ഇത്തരത്തിൽ സന്തോഷം ആളുകളിലേക്ക് ഓവറായിട്ട് ഹാപ്പിനെസ് കൊടുക്കുകയും ഉന്മേഷം കൊടുക്കുകയും എനർജി 100 ഇരട്ടിയാക്കുകയും ചെയ്യുന്ന ഇത്തരം രാസലഹരികൾ യുവതലമുറ കൈവിടില്ല. ഒരിക്കൽ ഉപയോഗിച്ചാൽ അതിനെ നിർത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ അവരെ അടിച്ചിട്ടോ അവരോട് കുറ്റം പറഞ്ഞിട്ടോ അവരെ ശിക്ഷിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവരെ എന്ത് ചെയ്യണം? അവർക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അവരെ കൗൺസിലിംഗ് ഉപയോഗപ്പെടുത്തണം, മറ്റു പല വഴികളും നോക്കി അതിൻ്റെ തുടർ മെഡിസിനുകൾ, എതിർ മെഡിസിനുകളൊക്കെ കൊടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം രാസലഹരികളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അവർ അതിനു വേണ്ടി പുറകെ പോയിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ കാര്യത്തിലായാലും കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഈ സമയത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കൊച്ചിയിലെ ഇവിടുത്തെ എറണാകുളത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു എക്സൈസ് കമ്മീഷണറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയോട് ഒരു പ്രമുഖനായ അഭിഭാഷകൻ പോയി ചോദിച്ചു, ഇവിടുത്തെ ലഹരി ഉപയോഗത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. ആ പരിമിതികൾ എന്താണ് എന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാകും. അതാണ് തിരുത്തപ്പെടേണ്ടത്.